ഞാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ ശരിക്കും അറിയില്ല എന്നിട്ടാ. ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് വീട് വിറ്റിട്ട് വേറെ ആൾക്ക് വീട് വെച്ച് കൊടുത്ത ആളാണ്. 15 വർഷം വാടക താമസിച്ചിട്ട് ഞാൻ വീട് വെച്ച്. ആ വീട് വിറ്റിട്ട് ഞാൻ 10 ലക്ഷം രൂപ മേലെ മുടക്കിയിട്ട് ഒരാൾക്ക് ഞാൻ വീട് വെച്ച് കൊടുത്തു, ഒരു ക്യാൻസർ പേഷ്യൻറ്റ്. ഒരു നേരത്തെ മരുന്ന് മേടിച്ച് കൊടുക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാനും എൻ്റെ വൈഫും കൂടി ചെന്നാൽ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഈ പേഷ്യൻ്റ് കിടക്കണം ഈ ഫ്ലെക്സ് വിരിച്ചൊരു വീട്, അതിൻ്റെ ഒരു ഫ്ലെക്സ് ഇട്ടിട്ട് അതിലേ കിടക്കണത്. എൻ്റെ വൈഫിന് ഞാൻ നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കട്ടിൽ വാങ്ങിക്കുമ്പോൾ വൈഫ് നമുക്കൊരു കുഞ്ഞു വീട് വെക്കാമെന്ന് പറഞ്ഞു. കാരണം 2 പെൺമക്കളാണ്, +1 +2 പഠിക്കുന്നത് മരട്ടിൽ ഇവിടെ തന്നെ. +1 +1 പഠിക്കുന്ന 2 പെൺകുട്ടികൾ. ഇവർ ബാത്റൂമിൽ പോകണം എപ്പോഴാണെന്ന് അറിയാം. വെളുപ്പിന് 4 മണിക്ക് അല്ലെങ്കിൽ 3:30 എണീറ്റിട്ട് പറമ്പിൽ പോകണം. തിരിച്ച് പിന്നെ പോകണമെങ്കിൽ നൈറ്റ് എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രി സ്ഥലത്ത് പോകണം. അപ്പോൾ വൈഫിൻ്റെ കൊണ്ട് ചേട്ടാ നമുക്കൊരു കുഞ്ഞ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പറഞ്ഞു നമുക്ക് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്ന് നമുക്ക് എല്ലാവർക്കും കൂടി സഹകരിച്ച് വലിയ വീട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കല്ലെടുക്കാൻ ഒരാൾ വെച്ചിട്ടുണ്ടാവും, ഈ പിന്നെ ലേബർ ചാർജ് കൊടുക്കേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് കല്ലിട്ടെന്ന് എല്ലാവരും വന്നാൽ പിന്നെ ആരും വന്നില്ല. പിന്നെ ഞാനും വൈഫും എൻ്റെ ഈ പറഞ്ഞ പയ്യനും അദാനീസും വന്നു, അവനും മാത്രമേ ഉള്ളത്. അപ്പം ഞാൻ കോഴിക്കോട് ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു ഷൂട്ട് കിടക്കണം കോഴിക്കോട്. അപ്പം ആ സമയത്താണ് ഞാൻ പറഞ്ഞു നിങ്ങൾ തറയിട്ടോന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ എത്ര ലോഡ് കല്ലടിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 14 ലോഡ് കല്ലടിച്ചു. ഒരു വീടൊക്കെ 14 ലോഡ് കരിങ്കല്ല് അടിച്ചു. ഞാൻ വരുമ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചിൻ്റെ പൊക്കത്തിന് തറയിട്ട് വെച്ചേക്കുക, വീടിൻ്റെ തറ. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്തായിട്ടത്? അല്ല വെള്ളം കയറുമോ എല്ലാം ചെയ്തതിൻ്റെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേട്ടാ ഞാൻ ചെയ്തോളാം എന്ന് തന്നെ. അങ്ങനെ ഞാൻ തന്നെ നിന്ന് പണിത് 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, ബാത്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ ഒക്കെ ആയിട്ട് ഒരു നല്ല വീട് അവർക്ക് വെച്ച് കൊടുത്ത് ഇപ്പം കുഞ്ഞുങ്ങൾ സുഖമായിട്ട് ടോയ്ലറ്റിൽ പോകും. അവർ കാര്യങ്ങൾ അവർ വിളിക്കാറുണ്ട്, വൈഫിനെ എന്നെ വിളിക്കാറുണ്ട്. നിങ്ങൾ എന്നിട്ട് വേറെ വീട് വെച്ചോ സ്വന്തം? ഞാൻ വാടകക്ക് ഇപ്പോഴും ഫ്ലാറ്റിൽ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തം വീട് വെക്കണ്ടേ? നമ്മൾ അത്രയും സെൽഫിഷ് അല്ല. ഞാൻ എൻ്റെ സന്തോഷം എൻ്റെ വൈഫിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ ലൈഫ്. ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു ചോറ് മുമ്പിലാത്തി. ഇപ്പൊ അടുത്ത വൈഫിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഞങ്ങൾ അടുത്ത സ്ഥലം മേടിച്ചിട്ട് ആ വീട് വെച്ചിട്ട് ആരോരും ഇല്ലാത്ത അമ്മമാരും ഞങ്ങളോട് താമസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് വെക്കാനായിട്ടാണ് ഇപ്പം എൻ്റെ വൈഫിൻ്റെ പ്ലാൻ. അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങളുടെ പേര് പാഷാണം ഷാജി എന്നാണെങ്കിലും പേരിൽ മാത്രമേ ഉള്ളൂ പാഷാണം, ബാക്കിയൊക്കെ ഞാൻ ഓക്കെ.